നമ്മൾ വളരെ ആഗ്രഹിച്ചൊരു ഐഫോൺ വാങ്ങുന്നു. അത് കുറച്ച് നാളുകൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മളിലെ ചില ആളുകൾക്കെങ്കിലും മനസ്സിലാകും അതിനകത്തൊരു പോരായ്മ, അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഒരു പോരായ്മ എന്ന രീതിയിൽ നമുക്ക് എപ്പോഴും അനുഭവപ്പെടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു സ്റ്റോറേജാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റോറേജിൻ്റെ പ്രോബ്ലം, ഈ ഒരു സ്റ്റോറേജ് കുറവ് എങ്ങനെ നമുക്ക് പരിഹരിക്കാം, സോ അതിനുള്ളൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്കൊരു ഐഫോൺ ഇഷ്ടപ്പെട്ടാൽ അത് വാങ്ങണമെന്നുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പോയി ആ ഒരു ഫോൺ എത്രയും വേഗം നമ്മുടെ കയ്യിലേക്ക് സ്വന്തമാക്കുക. അതിൻ്റെ ബാക്കിയുള്ള കൺസ്ട്രെയിൻസ്, ഇപ്പം യൂസ്ഡ് ഐഫോൺസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി അതല്ല ബഡ്ജറ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം കുറഞ്ഞ സ്റ്റോറേജുള്ള ഇപ്പോൾ 64 GB അല്ലെങ്കിൽ 132 GB ഉള്ള സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ സ്വന്തമാക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്നുള്ളൊരു ഓപ്ഷനുള്ളൂ. പിന്നീട് നമ്മൾ കുറച്ച് മാസങ്ങൾ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാകുന്നത് ഈ ഒരു സ്റ്റോറേജ് കൊണ്ട് നമുക്ക് ഒന്നും നടക്കത്തില്ല. എന്നാൽ മറ്റു ചില ആൾക്കാരുണ്ട്, അവർക്ക് ഒന്നാമത്തെ കാര്യം ബഡ്ജറ്റ് ഉണ്ടാകും, രണ്ടാമത്തെ കാര്യം അവരുടെ ആവശ്യകത എന്താണോ നമ്മുടെ ആവശ്യം അത് നോക്കിയിട്ട് സ്റ്റോറേജ്, അതിനനുസരിച്ചുള്ള സ്റ്റോറേജുള്ള ഡിവൈസുകൾ വാങ്ങുന്ന ആൾക്കാർ, ഐഫോൺ വാങ്ങുന്ന ആൾക്കാരുണ്ട്. വൺസ് നമ്മൾ ആഗ്രഹിച്ച ഫോൺ വാങ്ങി കുറച്ച് മാസങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. അതായത് ഇപ്പം 32 GB ഉള്ള ഫോണോ അല്ലെങ്കിൽ 64 GB ഉള്ള ഒരു ഐഫോൺ 10 10s ഒക്കെയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്കത് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഈ ഒരു സ്റ്റോറേജ് വെച്ചുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ സ്റ്റാൻഡേർഡ്സ് ആണ്. കാരണം ഇപ്പം വരുന്ന വീഡിയോസ് ആയാലും ഇമേജസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ഫയൽ സൈസ് എന്ന് പറയുന്നത് ഹയർ ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ആ ഒരൊറ്റ സൊല്യൂഷൻ ഉള്ളത്, അതായത് നമ്മുടെ ഐഫോണിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇത് ചെയ്യുന്നതിന് മുന്നേ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോൺ പുതിയ ബ്രാൻഡ് ന്യൂ ഫോണാണ്. ബ്രാൻഡ് ന്യൂ ഫോൺ ആകുമ്പോൾ നമുക്കറിയാം എല്ലാ ആപ്പിൾ പ്രോഡക്റ്റുകളും വരുന്നത് 1 ഇയർ വാറൻറ്റിയോടാണ്. ആ ഒരു വാറൻറ്റി നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഏത് ഫോണിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാം, പക്ഷേ വാറൻറ്റി ഉള്ള ഫോണുകളുടെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്താൽ ആ വാറൻറ്റി വോയിഡ് ആകും, അതായത് ആ വാറൻറ്റി പോവും. പിന്നെ നമുക്ക് ആ വാറൻറ്റിയുടെ ആനുകൂല്യങ്ങളോ കാര്യങ്ങളൊന്നും ലഭിക്കത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അതല്ല, നിങ്ങൾക്കൊരു യൂസ്ഡ് ഐഫോണാണ്, നിങ്ങളൊരു പർച്ചേസ് ചെയ്ത യൂസ്ഡ് ഐഫോണാണ്, അതല്ല നിങ്ങളുടെ ഫോണിൻ്റെ വാറൻറ്റി ബ്രാൻഡ് ന്യൂ ഐഫോണാണ്, പക്ഷേ വാറൻറ്റി എല്ലാം തീർന്ന് 1 വർഷം കഴിഞ്ഞ ഫോണാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റോറേജ് അപ്ഗ്രേഡേഷൻ നടത്താൻ സാധിക്കും. ഇനിയിപ്പം സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരുമ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ ഫ്യൂച്ചറിലായാലും അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും. അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും നമുക്ക് ഉണ്ടാകുന്നില്ല. നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഡെഫിനറ്റ്ലി ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യാതൊരു ഭയമോ അല്ലെങ്കിൽ നമുക്ക് യാതൊരു ആശങ്കയോ കൂടാതെ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാം. അതിന് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ കൊച്ചിയിൽ AppStore എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള സകല ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി ഇവരെ വിളിക്കുകയോ സംസാരിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നതാണ്. കാരണം എൻ്റെ iPhone 7 അത് 32 GB ഉള്ളായിരുന്നു, അത് ഞാൻ 128 GB അപ്ഗ്രേഡ് ചെയ്തത് ഇവരാണ്. വളരെ പ്രൊഫഷണലി, വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടാണ് നമുക്ക് ചെയ്തു തന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പറയുന്നത്. ഇവരുടെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റോറേജ് അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ അവരുടെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യം പറയും. അതായത് നമുക്ക് നമ്മുടെ ഡിവൈസിന് പറ്റുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ നമുക്ക് കാണാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്ക് യാതൊരു ടെൻഷൻ്റെയോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഏതൊക്കെ ഐഫോണുകൾക്ക് നമ്മുടെ ഫോൺ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും? iPhone 6s മുതലുള്ള iPhone 13 Pro Max വരെയുള്ള എല്ലാ ഡിവൈസുകൾക്കും അല്ലെങ്കിൽ എല്ലാ ഡിവൈസുകളുടെയും സ്റ്റോറേജ് നമുക്ക് ഡെഫിനറ്റ്ലി അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതിൽ iPhone 6s നമുക്കറിയാം ഈ ഒരു പ്രൊസസ്സറിൻ്റെ കേപ്പബിലിറ്റീസ്, റാമിൻ്റെ കേപ്പബിലിറ്റീസ്, ഇതിനൊക്കെ ബേസ് ചെയ്ത് iPhone 6s, 7, 8, iPhone 10 വരെ എങ്കിലും നമുക്ക് 512 GB സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അപ് ടു 256 ഒക്കെ നമുക്ക് ഡെഫിനറ്റ്ലി അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും iPhone 10ലും 8ലും ഒക്കെ. എന്നാൽ നേരെ മറിച്ച് iPhone 6s, 7, 8 ഒക്കെ നമുക്ക് അപ് ടു 128 GB വരെ ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ആ ഒരു പ്രൊസസ്സറിൻ്റെ കേപ്പബിലിറ്റീസ്, റാമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും ഡെഫിനറ്റ്ലി 128 GB വരെ. എന്നാൽ നേരെ മറിച്ച് iPhone 10s മുതൽ നമ്മുടെ 13 Pro Max വരെയുള്ള ഡിവൈസുകളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് അപ് ടു 256, 512 GB വരെ ഡെഫിനറ്റ്ലി സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ iPhone 13 ലൈനപ്പിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാറൻറ്റിയിലൊക്കെ ഉള്ള ഡിവൈസുകളാണ്. ആ ഒരു ഡിവൈസുകളെല്ലാം തന്നെ നമുക്ക് അപ് ടു 1 TB സ്റ്റോറേജ് നമുക്ക് ഡെഫിനറ്റ്ലി അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഓൾറെഡി 13 Pro ലൈനപ്പിൽ നമുക്കറിയാം 1 TB സ്റ്റോറേജ് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു 1 TB സ്റ്റോറേജ് നമുക്ക് iPhone 13 ലൈനപ്പ്, എൻ്റയർ ലൈനപ്പിൽ സപ്പോർട്ടഡ് ആണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിൽ പ്രധാനമായിട്ടും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫോണിൻ്റെ സകല ബാക്കപ്പ്, അതായത് നമ്മുടെ ഫോണിൻ്റെ എന്തൊക്കെ ഡേറ്റ ഉണ്ട് ഇതിൻ്റെ ഫുൾ ബാക്കപ്പ് നമ്മൾ ആദ്യം എടുത്തു വെക്കുക. അതിപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ പോയിട്ട്
എടുക്കണമെന്നില്ല. നമുക്ക് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണും. അതുകൊണ്ട് നമ്മളെപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് ലാപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലേക്ക് നമ്മളുടെ ഫുൾ സ്റ്റോറേജിൻ്റെ ബാക്കപ്പ് നമ്മൾ ആദ്യം എടുത്ത് വെക്കുക. അത് iTunes ഉപയോഗിച്ചോ 3 ടൂൾസ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഈ സ്റ്റോറേജ് എടുക്കാൻ അല്ലെങ്കിൽ ബാക്കപ്പ് എടുക്കാനാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് iTunes ഉപയോഗിച്ച് നമുക്ക് ബാക്കപ്പ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഹസിൽസ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്കപ്പായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ 3 ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോണിലുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. വൺസ് നിങ്ങൾ നിങ്ങളുടെ ഡിവൈസിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറേജും ബാക്കപ്പ് എടുത്തു എന്നുള്ളത് കാര്യം ഉറപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു പ്രൊസീജിയറിലേക്ക് പോകാവുള്ളൂ. വൺസ് ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഷട്ട് ഡൗൺ ചെയ്ത് അതിനുശേഷം നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യും. ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് നമ്മുടെ വാട്ടർ റെസിസ്റ്റൻസ് കേപ്പബിലിറ്റി നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം. അവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇവർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹീറ്റ് സീവ് നമ്മളുടെ ഡിസ്പ്ലേയുടെ താഴെ കൂടെ ഉള്ള ആ ഹീറ്റ് സീവ് ഇളകാത്ത അല്ലെങ്കിൽ പോകാത്ത രീതിയിലായിരിക്കും അവരത് ഓപ്പൺ ചെയ്യുന്നത്. ഇനി അതല്ല അത് മാറിയിട്ടുണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മറ്റൊരു ഹീറ്റ് സീവ് വെച്ച് അത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വാട്ടർ റെസിസ്റ്റൻസിൻ്റെ കേപ്പബിലിറ്റിയുടെ കാര്യത്തിൽ യാതൊരു പേടിയും നമുക്ക് വേണ്ട. ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ മദർ ബോർഡ് ബാറ്ററിയും മറ്റുള്ള കമ്പോണൻസുമായിട്ട് ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മുടെ മദർ ബോർഡിനെ അവിടുന്ന് അല്ലെങ്കിൽ ലോജിക് ബോർഡിനെ അവിടുന്ന് എടുക്കുക എന്നുള്ളതാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മദർ ബോർഡ് ഫോണിൽ അറ്റാച്ച് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇതിൽ പല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പല കമ്പോണൻസ് ഈ SSD മാത്രമല്ലല്ലോ നമ്മുടെ മദർ ബോർഡ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിനകത്തുള്ളത് പല കമ്പോണൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പോണൻസിനെ ഒന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ വളരെ സേഫായിട്ട് സെക്യൂർ ആയിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ഒരു മദർ ബോർഡ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്ത് മാറ്റി മറ്റൊരു സ്റ്റാൻഡിലേക്ക് വെക്കും. ആ ഒരു മദർ ബോർഡ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ടായിരിക്കും ഇവർ ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം അവർ ആ ഒരു ബ്ലോവർ വെച്ച് കൃത്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് ആ ഒരു SSD നമ്മളുടെ ആ ഒരു സ്റ്റോറേജ് ചിപ്പ് അവർ അതിനകത്ത് നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്നത്. വൺസ് ഹീറ്റ് ചെയ്ത് ഈ ഒരു SSD മദർ ബോർഡിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് കഴിയുമ്പം ആദ്യം ചെയ്യുന്നത് ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് വൺസ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് സംഭവിക്കുന്നത്. അതായത് ഈ ഒരു SSD ഞാൻ പറഞ്ഞു iPhone 6s മുതൽ iPhone 12 താഴെയുള്ള 11 വരെയുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഈ ഒരു SSDക്ക് ഈ ഒരു പറഞ്ഞ ചിപ്പിന് നമുക്കൊരു സീരിയൽ നമ്പർ വേണം അല്ലെങ്കിൽ അതിൻ്റെ MAC അഡ്രസ്സ് വേണം. ഈ ഒരു SSDയുടെ MAC അഡ്രസ്സിനകത്തായിരിക്കും നമ്മളെ സീരിയൽ നമ്പർ, വൈഫൈ അഡ്രസ്സ്, ബ്ലൂടൂത്ത് അഡ്രസ്സ്, ഇത് മാത്രമല്ല ഇതിലും കൂടുതൽ മറ്റുള്ള പല ഡേറ്റാസും ഇതിനകത്തായിരിക്കും സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഈ സ്റ്റോർ ചെയ്തേക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ കോപ്പി ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ പുതിയതായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു SSDയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം പേസ്റ്റ് ചെയ്യണം. എങ്കിലേ ഉള്ളൂ നമ്മളുടെ മദർ ബോർഡ് ഈ ഒരു പുതുതായിട്ട് വെക്കുന്ന SSDനെ റെക്കഗ്നൈസ് ചെയ്തുള്ളൂ. കാരണം ഈ പറഞ്ഞ MAC അഡ്രസ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മദർ ബോർഡ് അല്ലെങ്കിൽ പ്രൊസസ്സർ ഇതിനെ അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ വരുമ്പം ഇത് കൗണ്ടർ പാർട്ട് എന്ന രീതിയിലാണ് ഇത് നമ്മളുടെ ഡിവൈസ് ഇതിനെ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സ്റ്റോറേജ് കാര്യങ്ങളൊന്നും അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. വൺസ് ഈ ഒരു MAC അഡ്രസ് ട്രാൻസ്ഫറിങ് പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പം നമ്മൾ ഈ ഒരു SSD പുതുതായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്ന SSD എടുത്ത് അത് ക്ലീൻ ചെയ്യും. ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പം വീണ്ടും അത് ലെഡ് ഉപയോഗിച്ച് അത് റീബോൾ ചെയ്യും. ആ റീബോൾ ചെയ്തതിന് ശേഷമായിരിക്കും കൃത്യമായിട്ട് നമ്മളുടെ മദർ ബോർഡിലേക്ക് വീണ്ടും അറ്റാച്ച് ചെയ്യുന്നത്. വീണ്ടും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആദ്യം എങ്ങനെയാണോ ഇത് അയച്ചെടുത്ത് അതുപോലെ തന്നെ തിരിച്ച് അതിലേക്ക് വെക്കും. വെച്ചതിന് ശേഷം ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. കാരണം നമ്മുടെ ഡിവൈസ് റെക്കഗ്നൈസ് ആകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. വൺസ് നമ്മളുടെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം വീണ്ടും നമ്മൾ എന്തൊക്കെ സ്ക്രൂസ് ആണോ അതിനകത്ത് അഴിച്ചു മാറ്റി അതെല്ലാം തിരിച്ച് അതുപോലെ വെക്കുന്നു. തിരിച്ച് നമ്മളുടെ ലാപ്പിലേക്ക് വന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് പോയി നമ്മളെ സോഫ്റ്റ്വെയർ റീസ്റ്റോർ ചെയ്യുന്നു. കാരണം റീസ്റ്റോർ ചെയ്താലേ ഉള്ളൂ നമുക്ക് OS ഇല്ല. കാരണം പുതുതായിട്ട് വെച്ചേക്കുന്ന SSD ആണ്, അതിൽ നമുക്ക് OS വരത്തില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും iTunes ഉപയോഗിച്ചോ അല്ലെങ്കിൽ 3 ടൂൾസ് ഉപയോഗിച്ചോ വീണ്ടും നമ്മൾ റീസ്റ്റോർ ചെയ്യും, സോഫ്റ്റ്വെയർ റീസ്റ്റോർ ചെയ്യും. റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ iPhone പോലെ നമുക്കിത് ലഭിക്കും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ ബാക്കപ്പ്, നമ്മളുടെ സകല ഡേറ്റാസും നമ്മളെടുത്ത് വെച്ച ബാക്കപ്പ് അത് iTunesലാണെങ്കിൽ അവിടെ പോയി നമ്മൾ ആ ഒരു ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ iPhone സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്ത പുതിയ iPhone-ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയധികം പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫോൺ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. ApStore എന്ന് പറഞ്ഞ ഷോപ്പിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള സകല ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് എറണാകുളത്ത് മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും ജില്ലകളിലും ഇവർക്ക് ഷോപ്പുകളുണ്ട്. അപ്പം ഇവരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ അവരോട് പറയുവാണെന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ അവർ നിങ്ങളെ ഹാൻഡിൽ ചെയ്തോളും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ. Catch you next video. Till then, peace.